ഹലോ എഗെയിൻ ഞങ്ങളുടെ ഊബർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ഇന്ന് നമ്മുടെ ഊബർ നേരത്തെ വന്നു. ഞങ്ങളിന്ന് പോകുന്നത് ട്രിവാൻഡ്രത്തുള്ള ലുലു മോളിലേക്കാണ്. ഞാനാണെങ്കിൽ എറണാകുളത്തൊക്കെ പോയിട്ടുണ്ടെങ്കിലും ഇതുവരെ ട്രിവാൻഡ്രത്തെ ലുലു മോൾ കണ്ടിട്ടില്ല കേട്ടോ. എല്ലാവരും പറഞ്ഞു ഭയങ്കര വലിയ മാളാണെന്നൊക്കെ. സോ ഞങ്ങൾ വലിയ ബ്ലോക്കൊന്നും ഇല്ലാണ്ട് ഇതേ ലുലു മോളിലെത്തി. ഞാനാണെങ്കിൽ തലയൊക്കെ കുളിച്ച് ഒരുമാതിരി എന്താ പറയുക അമ്പലത്തിൽ പോണ കോലത്തിലായി പോയി ലുലു മോൾ കാണാൻ പോയത്. ദെൻ ഞങ്ങൾ നേരെ പോയതൊരു വിൻഡോ ഷോപ്പിങ്ങിനാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ വിൻഡോ ഷോപ്പിംഗ് എന്താണെന്ന്? എനിക്കറിയില്ലായിരുന്നു കേട്ടോ. എൻ്റെ കൂടെയുള്ളവർ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ തുണിയൊന്നും എടുക്കാതെ വെറുതെ തുണിക്കടയിൽ പോയിട്ട് ട്രയൽ ചെയ്ത് നോക്കുന്ന പരിപാടിയാണ് അത്ര വിൻഡോ ഷോപ്പിംഗ്. അപ്പോൾ ഞങ്ങളും പോയി കുറേ ട്രൈ ഒക്കെ ചെയ്ത് നോക്കി. ഞാനാണെങ്കിൽ ഒരു ജീൻസും ഒരു ടോപ്പൊക്കെ എടുത്തു കേട്ടോ. നമ്മൾ സ്റ്റുഡിയോയിൽ പോയി, ട്രെൻഡ്സിൽ പോയി, ലുലു ഫാഷൻ സ്റ്റോറിൽ പോയി, മാക്സിൽ പോയി, എല്ലായിടത്തും പോയി. ദെൻ ഞങ്ങൾ രണ്ടാമത്തെ ഫ്ലോറിലേക്ക് പോവുകയാണ് കേട്ടോ. എസ്കലേറ്ററിലൊക്കെ കയറി രണ്ടാമത്തെ ഫ്ലോറിലും കുറേ എന്തൊക്കെയൊക്കെയോ കടകളുണ്ടായിരുന്നു. ഇവിടെ എല്ലായിടത്തും കയറി നിരങ്ങി ചെരുപ്പും ഡ്രസ്സും എല്ലാം ട്രൈ ചെയ്ത് നോക്കി. അതേ കണ്ടോ, ഞാൻ കവറൊക്കെ പിടിച്ച് നടക്കുകയാണ്. അടുത്തത് ഭയങ്കര വിശപ്പുണ്ടായിരുന്നു. നേരെ ഞങ്ങൾ ഫുഡ് കോർട്ടിലേക്ക് പോണ വഴിയിലാണ് ഈ സംഭവം കണ്ടത്. എനിക്കിതെന്താണെന്ന് മനസ്സിലായില്ല കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. then അത് കഴിഞ്ഞപ്പോഴാണ് വേറൊരു സംഭവം കണ്ടത്. അവിടെ ആരോ തൂങ്ങിക്കൊണ്ട് ഇങ്ങനെ റൗണ്ട് അടിക്കുന്നു. ഞാനിത് ഹിൽ ഏരിയാസിലൊക്കെയാണ് കണ്ടിട്ടുള്ളത്, ആദ്യമാണ് കേട്ടോ ലുലു മോളിൽ ഇങ്ങനെ ഒരു സംഭവം കാണുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ KFCയിലൊന്ന് പോയി നോക്കി. അവിടെ ഓഫർ കുറവായ കാരണം നേരെ ചിക്കിങ്ങിൽ പോയി ഞങ്ങൾ ഓർഡർ ചെയ്തു കേട്ടോ. ശീതൾ സാധനം മേടിക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. സംഭവം കിട്ടി, നല്ല ഓഫർ ഉണ്ടായിരുന്നു. 10 പീസ് ഞങ്ങൾക്ക് 299 രൂപയ്ക്കാണ് കേട്ടോ കിട്ടിയത്. എല്ലാം കടിച്ച് പറിച്ച് ലാസ്റ്റ് എല്ലാം മാത്രമേ ബാക്കിയുണ്ടായുള്ളൂ. അപ്പോഴേക്കും വയറ് അത്യാവശ്യം നിറഞ്ഞിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം കൂടെ അവിടെ തെണ്ടി തിരിഞ്ഞ് ഞങ്ങൾ നടന്നു കേട്ടോ. ഹൈപ്പർ മാർക്കറ്റിലായിരുന്നു പിന്നെ പോയത്. അന്നേരം അവിടെ വന്നപ്പോഴാണ് കുണാഫ കണ്ടത്. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വെച്ചാൽ ഒരു ചെറിയ പീസ് കുണാഫ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ പൊതുവെ ഒരു ഡിസേർട്ട് ലവർ അല്ല, ജസ്റ്റ് എന്നാലും ഒരെണ്ണം മേടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ പോയത് കപ്പ് കേക്ക്സിൻ്റെയും പേസ്ട്രീസിൻ്റെയും സെഷനിലേക്കായിരുന്നു. അവിടെ നിന്നും എന്തെങ്കിലുമൊക്കെ മേടിക്കണം എന്ന് വിചാരിച്ചാൽ പോയത്. എന്നിട്ട് ഞങ്ങളൊരു ചോക്കോ ചിപ്പ് കപ്പ് കേക്ക് മേടിച്ചു കേട്ടോ. അത് ട്രൈ ചെയ്തിട്ടില്ല, കാണാനായിട്ടൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പക്ഷേ ബില്ലിങ് വളരെ ശോകമായിരുന്നു ഗൈസ്, നല്ല ശോകം, ഭയങ്കര തിരക്ക്. ലാസ്റ്റ് വീണ്ടും ഞങ്ങൾ ഊബർ വിളിച്ച് ഞങ്ങൾ നേരെ പോയത് കടൽ റെസ്റ്റോറൻറ്റിലേക്കാണ്. കാരണം നമുക്കപ്പോൾ പൊറോട്ടയും ബീഫും കഴിക്കാൻ ഭയങ്കര പൂതി. അപ്പം നേരെ ചെന്ന് പൊറോട്ടയും ബീഫിൻ്റെ കോംബോ തന്നെ അങ്ങോട്ട് ഓർഡർ ചെയ്തു. നല്ല ടേസ്റ്റുള്ള പൊറോട്ടയും ബീഫാണ് ഇവിടുത്തെ. ഞാൻ മുന്നേ ട്രൈ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് കോൺഫിഡൻ്റ് ആയിട്ട് ഈ രാത്രി ഇങ്ങോട്ട് തന്നെ വന്നത്. അപ്പോൾ ഞങ്ങളുടെ കൂടെയുള്ള ഒരാൾക്ക് പൊറോട്ട ഇഷ്ടമില്ലാത്ത കാരണം അവൾ വീശപ്പാണ് കേട്ടോ മേടിച്ചത്. വീശപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളവിടെ നൂലപ്പം എന്നൊക്കെയാണ് പറയുന്നത്. ഞങ്ങളിതാ പൊറോട്ടയും ബീഫും, നമ്മുടെ മലയാളികളുടെ സ്വകാര്യ അഹങ്കാരം. അവളെന്തോ വീശപ്പവും ബീഫൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ അടിപൊളിയായിട്ട് 2-3 പൊറോട്ടയും നല്ല ബീഫ് റോസ്റ്റൊക്കെ അടിച്ച് കയറ്റി വയറ് നിറഞ്ഞു. എൻ്റെ അമ്മോ, എന്താ പറയുക, ഭയങ്കര പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഫീലാണ് കേട്ടോ നമുക്ക് പൊറോട്ടയും ബീഫും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നടന്ന് ഞങ്ങളുടെ ഹോസ്റ്റലിൽ പോവാണ്. ശരി.